ഒന്നുകൂടി പറയാം. മുജാഹിദിന്റെ ഒരു നേതാവിന്റെ ഹാരിസ് ബിൻ സലീം, നിങ്ങളെ ഈ ഏരിയയിൽ കൂടെ കിടന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മൗലവിയ, അയാൾ പറയുന്നത് കേൾക്കാം. കേട്ടോളൂ, മന്ത്രം നമുക്ക് അനിവാര്യമാണ്. 10-19 കൊല്ലം മുമ്പ് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞത് അബദ്ധമായി പോയി. ഇപ്പൊ നമ്മൾ ഹദീസ് പഠിച്ചപ്പോഴല്ലേ സംഗതി പിടുത്തം കിട്ടിയത്. കേട്ടോളൂ, ഞാൻ പറയിപ്പിച്ചേരാ, വെക്കട്ടെ. ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ് സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത പഠിക്കാത്ത ആളുകൾ എന്താ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കിപ്പോയതല്ലേ. നിങ്ങൾക്ക് എന്താണ് അതിനെ തിരിച്ച് കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഉറപ്പല്ലേ? ചിന്തിക്കുവേ, ഒറ്റപ്പെട്ടല്ല, എല്ലാവരും ചിന്തിക്കും. അങ്ങനെ തന്നെയാണ്. കാരണം അന്നൊക്കെ സുന്നികൾ ഇത് ചെയ്യുമ്പോൾ അത് ശിർക്കായിരുന്നു, കുഫറായിരുന്നു. ഇപ്പൊ മുജാഹിദുകൾക്ക് അത് തൗഹീദാണ്. സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം മനസ്സിലാകണമെങ്കിൽ 75 കൊല്ലം 50 കൊല്ലത്തിലേറെ കാലം മുജാഹിദുകൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് തിരിഞ്ഞു, ഹദീസുകളൊക്കെ പരതിയപ്പോ സംഗതി ഇങ്ങനെ തന്നെയാണുള്ളത്, മന്ദമനോവദനീയം തന്നെയാണ്. അത് ഒരു എന്നല്ല, അത് പ്രമാണമുണ്ട് എന്ന് മനസ്സിലായി. അയാൾ തന്നെ പറയുന്ന എന്ത് ബാക്കി? അപ്പൊ അത് എല്ലാം കൂടി വെക്കാൻ സമയമില്ല. അപ്പൊ മുജാഹിദ് മൗലവിമാർ തന്നെ ഇപ്പൊ മന്ത്രം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രം ഇസ്ലാമികമാണ്, ഹദീസിൽ വന്നതാണ്, സുന്നികൾ ചെയ്യുന്നതാണ്, പൂർവികർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് ഞങ്ങളെ കയ്യിലേക്ക് പോക്കറ്റിലേക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അത് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന മുജാഹിദാണ് ഫത്വ കൊടുത്തത്, ഞങ്ങളല്ല. പിന്നെ അയാൾ വായിച്ചൊന്ന് 2 ഹദീസിന്റെ മന്ത്രം കെട്ടിയ സിഹർ ചെയ്ത ആള് ശിർക്ക് ചെയ്തു, അതുപോലെ മറ്റേ കെട്ടുകെട്ടിയ അങ്ങനെയാണ്, അതൊക്കെ ഹദീസിലുള്ളത് തന്നെയാണ്. അതൊക്കെ ഞാൻ പറയണ്ട. അതിനൊക്കെ മറുപടി ഈ മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു. ആ മന്ത്രമൊക്കെ ശിർക്കിന്റെ മന്ത്രത്തെ കുറിച്ചാണ്. മുസ്ലിമീങ്ങൾ ഖുർആനും സുന്നത്തും ഹദീസും അസ്മാഉൽ ഹുസ്നയൊക്കെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചൊല്ലി പറഞ്ഞിട്ടുള്ള മന്ത്രത്തെ കുറിച്ചല്ലേ അല്ല. ശിർക്കിന്റെ ആളുകൾ ശിർക്കിന്റെ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ശിർക്ക് മന്ത്രങ്ങളുണ്ട്. നമുക്കറിയാം, പൂജാരികളും അതുപോലെ ഹിന്ദുവിന്റെ ആളുകളും ഒക്കെ അവർ ചെയ്യുന്ന അത്തരം ശിർക്കൻ മന്ത്രവും വിശ്വാസം അത് പാടില്ല, അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് പലപ്പോഴും കുഫറിലേക്ക് പോകുന്നതാണ്. അതിന് തർക്കമില്ല. നമ്മളെ ചർച്ച അതല്ല. പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉലമാക്കൾ അവരൊക്കെ ചെയ്യുന്ന മന്ത്രത്തെ കുറിച്ചാണ്. അത് അനുവദനീയവുമാണ്.